ഹായ്, ഇന്ന് അഡോൺ നിങ്ങളുമായി സംസാരിക്കുന്നത് കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള ആശ്വാസകരമായ ചില മാറ്റങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള ഫീസുകളാണ് നമ്മൾക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ്, അതുപോലെ സ്ക്രൂട്ടിനി ഫീസ്. 10/4/2023 സർക്കാർ ഇതിനൊരു ഉത്തരവിറക്കി. ഈ ഫീസുകളിൽ കുത്തനെ ഉയർച്ച ഉണ്ടായി. ആ സമയം മുതൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. എന്നാൽ കുറെ കാലത്തേക്ക് ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി ഇപ്പോൾ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. അതുപ്രകാരം 1/8/2024 മുതൽ ഈ 3 ഫീസുകളിലും കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ അധികമായിട്ട് പെർമിറ്റ് ഫീസ് അടച്ച് കാത്തിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പെർമിറ്റ് എടുത്തവരുണ്ട് അല്ലെ. അങ്ങനെയുള്ളവർക്ക് അവർ അധികമായി അടച്ച തുക തിരിച്ചെടുക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ഇതിനായിട്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നമുക്ക് പഞ്ചായത്ത് ഏരിയയിലാണ് നമ്മുടെ വീടെങ്കിൽ നമുക്ക് IGLMS പോർട്ടൽ വഴിയും അല്ലെങ്കിൽ K-സ്മാർട്ട് പോർട്ടൽ വഴിയും അപേക്ഷിക്കാം. അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളുള്ളവർക്ക് K-സ്മാർട്ട് പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിലവിൽ എടുത്തിട്ടുള്ള പെർമിറ്റും പെർമിറ്റ് ഫീ അടച്ചിട്ടുള്ള റെസീറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ റെസീറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. റെസീറ്റ് നഷ്ടപ്പെട്ടതായി ഒരു സത്യപ്രസ്താവന കൊടുത്താൽ മതിയാകും. അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും ആവശ്യമായിട്ട് വരും. കാരണം ഈ റീഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഈ അപേക്ഷ കൊടുത്ത ശേഷം ഇത് പരിശോധിച്ച് പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് നമുക്ക് റീഫണ്ട് വരിക. ഇനി പെർമിറ്റ് എടുത്ത ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾക്ക് ഇതിന് അവകാശമുണ്ട്. അതിനായിട്ട് വില്ലേജിൽ നിന്നും ഒരു സാക്ഷ്യപത്രം കൂടി അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതുപോലെ ഇപ്പൊ നമ്മൾ പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പെർമിറ്റോട് കൂടി പ്ലോട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റിന്റെ അധിക ഫീസിന്റെ റീഫണ്ട് കിട്ടുന്നതല്ല. അതുപോലെ റദ്ദാക്കിയ പെർമിറ്റുകൾക്കും റീഫണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പഴയ ഉയർന്ന നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ റെഗുലൈസേഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അധികമായി അടച്ച തുക നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഈ എല്ലാ റീഫണ്ടുകൾക്കും പഞ്ചായത്ത് കമ്മിറ്റികൾ, അതുപോലെ കൗൺസിലുകൾ, ഇതിലൊക്കെ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്ത ശേഷമൊക്കെയാണ് നമുക്ക് റീഫണ്ടുകൾ കിട്ടുക. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില കാലതാമസങ്ങളൊക്കെ വരും. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ അധികമായി ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ മാർഗങ്ങളിലൂടെ ഇത് തിരിച്ചെടുക്കാവുന്നതാണ്.